RSSന്റെ യോഗങ്ങൾക്ക് പോകാനോ RSSന്റെ പരിപാടിക്ക് പോകാനോ അല്ല ഔദ്യോഗിക വാഹനവും ശമ്പളവും ഈ വീടും എല്ലാവിധ സൗകര്യങ്ങളും നൽകിയിരിക്കുന്നത്, മറിച്ച് സർവകലാശാലയിലേക്ക് വരാനാണ്. വന്ദേ മാതരവുമായി ബന്ധപ്പെട്ടും ഈ രാജ്യത്തിന്റെ അടയാളങ്ങളെ സംബന്ധിച്ചൊക്കെ ഞങ്ങൾക്ക് നല്ല അഭിപ്രായമുണ്ട്. 1857 തൊട്ട് 1947 വരെ 1905 ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് ബംഗാളിൽ നടന്നിട്ടുള്ള സ്വദേശി മൂവ്മെന്റിന്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ട വന്ദേ മാതരം അന്ന് പാടിയോ RSS ഈ വന്ദേ മാതരം? വന്ദേ മാതരം എന്ന് പോയിട്ട് ഇന്ത്യ എന്ന ബോധത്തെ അംഗീകരിക്കാത്ത രാജ്യദ്രോഹികളായ മനുഷ്യരാണ്. ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നതിന് ശേഷം ഈ ഇന്ത്യയെമ്പാടും കേരളത്തിൽ ഉൾപ്പെടെ ലഡു വിതരണം ചെയ്ത ഇന്ത്യ കണ്ട ലോകം കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റ് സംഘടനയാണ്. ആ സംഘടനയുടെ പരിപാടിക്ക് പോയി ഞങ്ങൾക്ക് ദേശസ്നേഹത്തിന്റെ ക്ലാസ് എടുക്കാൻ മോഹൻ കുന്നുമ്മൽ ആയിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ ഇവിടെ നിന്ന് കടപുഴകിയെറിയാൻ, അതിനുവേണ്ടി പോരടിക്കാൻ പൂർണ്ണ സ്വരാജ് എന്ന ആവശ്യവുമായി മുന്നോട്ട് വന്ന പ്രസ്ഥാനത്തിന്റെ പിന്മുറക്കാരാണ് ഞങ്ങൾ. ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെട്ടത് കമ്മ്യൂണിസ്റ്റുകളാണ്. സ്വാതന്ത്ര്യത്തിന്റെ പുലരിയിലും AKG എന്ന മഹാമനുഷ്യൻ അന്ന് ജയിലറുകളിൽ നിന്നുകൊണ്ടാണ് സ്വാതന്ത്ര്യത്തെ വരവേറ്റത്. CPMന്റെ ആദ്യ പോളിറ്റ് ബ്യൂറോയിലെ മുഴുവൻ മനുഷ്യരുടെയും ജയിൽവാസത്തിന്റെ കണക്കെടുത്താൽ, സ്വാതന്ത്ര്യ സമരത്തിന്റെ കണക്കെടുത്താൽ അത് 60 വർഷത്തിൽ കൂടുതലായി വരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സമ്മേളനത്തിന്റെ ആദ്യ പാർട്ടി കോൺഗ്രസിന്റെ മുഴുവൻ പ്രതിനിധികളുടെയും കണക്കെടുത്ത് പരിശോധിച്ചാൽ അത് 160 വർഷങ്ങൾക്ക് കൂടുതലായി വരും. നോക്കൂ, RSSന് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ് ഞങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി നടത്തിയ പോരാട്ടവും ത്യാഗവും, അതിനപ്പുറത്തേക്കുള്ള ത്യാഗസമ്പൂർണമായ നിലപാടുകളും. അതുകൊണ്ട് തന്നെ മോഹൻ കുന്നുമ്മലിനോട് ആവർത്തിച്ചു പറയാനുള്ളത്, ഇപ്പോൾ വിഭജിക്കാൻ വേണ്ടി, മനുഷ്യരെ വിഭജിക്കാൻ വേണ്ടി വന്ദേ മാതരം RSS ഉപയോഗിക്കുകയാണ്. അതിലെ ചില ദേവീ സ്തുതികളെ ഉപയോഗിച്ചുകൊണ്ട് മതവിഭജനം സാധ്യമാക്കാൻ ശ്രമിക്കുകയാണ്. ആ ശ്രമത്തിന് കുട ചൂടുന്ന നിലപാടാണ്, അതിനെ അംഗീകരിക്കുന്ന നിലപാടാണ് മോഹൻ കുന്നുമ്മൽ നടത്തുന്നത്. ഇവിടെ RSSന്റെ യോഗങ്ങൾക്ക് പോകാനോ RSSന്റെ പരിപാടിക്ക് പോകാനോ അല്ല ഔദ്യോഗിക വാഹനവും ശമ്പളവും ഈ വീടും എല്ലാവിധ സൗകര്യങ്ങളും നൽകിയിരിക്കുന്നത്, മറിച്ച് സർവകലാശാലയിലേക്ക് വരാനാണ്. നാളെ പ്രവൃത്തി ദിനമാണ്. നാളെയും മോഹൻ കുന്നുമ്മൽ കേരള സർവകലാശാലയിൽ വരില്ല. ഇതേ മോഹൻ കുന്നുമ്മലിന് മറ്റൊരു സർവകലാശാലയുടെ ചുമതലയുമുണ്ട്. ഈ കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധരില്ലേ? എത്ര കാലമായി ഞങ്ങൾ ആവശ്യപ്പെടുന്നു കേരള സർവകലാശാലയിൽ സ്ഥിരം VC വേണമെന്ന്? എത്ര കാലമായി ഞങ്ങൾ ആവശ്യപ്പെടുന്നു മൊത്തം സർവകലാശാലയിലും സ്ഥിരം VC വേണമെന്ന്? ഇവിടെ RSSന്റെ കൈകളിലേക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഏൽപ്പിക്കാനുള്ള സമ്പൂർണമായ ഇടപെടലാണ് കോൺഗ്രസ് ഉൾപ്പെടെ നടത്തുന്നത്. ഇത് ശരിവെക്കുന്നതാണ് അവരുടെ മൗനവും. അതുകൊണ്ട് തന്നെ മോഹൻ കുന്നുമ്മൽ ഇന്നിവിടെ ഇല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു കാര്യം മോഹൻ കുന്നുമ്മലിനെയും അതോടൊപ്പം അവരുടെ കൂടെയുള്ള മറ്റ് VCമാരെയും ഞങ്ങൾ ഓർമ്മിപ്പിക്കാം. നിങ്ങൾ സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ടിനനുസരിച്ച് പ്രവർത്തിക്കണം. നിങ്ങൾ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം. ഈ നാട്ടിലെ സാധാരണക്കാരനായ മനുഷ്യൻ, റാമും റഹീമും ജോസഫും എല്ലാ മനുഷ്യരും കൂടിക്കൊടുക്കുന്ന നികുതി പണം കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ന ബോധ്യം വേണം. RSS തരുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മതവിശ്വാസം, നിങ്ങളുടെ വർഗീയത, നിങ്ങളുടെ രാഷ്ട്രീയ മീമാംസ അത് പ്രയോഗിക്കേണ്ട ഇടമല്ല സർവകലാശാല. അത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്. അത് ഉപയോഗിക്കാൻ ഒഫീഷ്യലായി നിൽക്കുന്ന നിങ്ങൾക്ക് അധികാരമില്ല എന്നിരിക്കെ തന്നെ ഞങ്ങളുടെ വിദ്യാർത്ഥികളെ നോക്കി, ഈ നാട്ടിലെ മതനിരപേക്ഷവാദികളെ നോക്കി, നിങ്ങളുടെ അമ്മയെ അറിയാത്തവരാണോ നിങ്ങളെന്ന് ചോദിക്കുന്ന അല്പത്തരത്തിന്റെയും അജ്ഞാനത്തിന്റെയും തെമ്മാടിത്തരത്തിന്റെയും ആൾരൂപമാണ് ഈ പറഞ്ഞ മോഹൻ കുന്നുമ്മൽ. അദ്ദേഹം സ്വയം തിരുത്തുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവർക്കൊക്കെയും കേരളത്തിലെ എല്ലാ VCമാരോടും നിങ്ങൾ എല്ലാവരും ചോദിച്ചാൽ മതി, എല്ലാവർക്കും പ്രശ്നമുള്ളത് SFIയോട് മാത്രമാണ്. കാരണം ഈ നിമിഷം വരെയും KSU മിണ്ടില്ല. MSF എന്നത് ജീവനോടെ ഇല്ല. മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്കൊന്നും അഭിപ്രായമേ ഇല്ല. മോഹൻ കുന്നുമ്മലിന് ഏതുറക്കത്ത് വിളിച്ചാലും SFI എന്നേ പറയൂ. സിസ തോമസിനോട് ചോദിച്ചാലും SFI എന്നേ പറയൂ. പ്രൊഫസർ സാജുവിനോട് ചോദിച്ചാലും SFI എന്നേ പറയൂ. കാരണം ഇവരുടെയൊക്കെ തെമ്മാടിത്തരത്തെ ചോദ്യം ചെയ്ത ഒരേ ഒരു സംഘടന SFI മാത്രമായിരുന്നു. അത് ഇപ്പോഴും അങ്ങനെയാണ്. അത് ഞങ്ങൾ അവസാനിപ്പിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അതാരുടെയും അംഗീകാരത്തിന് വേണ്ടിയൊന്നുമല്ല, അതാരുടെയും ഔദാര്യത്തെ കാത്തു നിൽക്കുന്നത് കൊണ്ടല്ല, ആരുടെയും പൂവിരിപ്പാതെയും പുഷ്പവൃഷ്ടിയും കാത്തു നിന്നല്ല, മറിച്ച് കേരളത്തെ സംഘപരിവാറിന് എഴുതിക്കൊടുക്കാൻ അനുവദിക്കില്ലെന്ന രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായാണ്. ആ രാഷ്ട്രീയ നിലപാട് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കും. അതുകൊണ്ട് തന്നെ മോഹൻ കുന്നുമ്മലിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് ഞങ്ങൾ ഈ നടത്തിയ മാർച്ച് അദ്ദേഹത്തിനുള്ള ഒരു മുന്നറിയിപ്പാണ്. നിർത്തണം ഈ പരിപാടി, സർവകലാശാലയിലേക്ക് വരണം, വിഷയങ്ങളെ അഭിസംബോധന ചെയ്യണം. RSSകാരുമായി മാത്രമല്ല ചർച്ച, വിദ്യാർത്ഥികളെയും അഭിസംബോധന ചെയ്യണം.
അതുകൊണ്ട് തന്നെ അങ്ങനെ അഭിസംബോധന ചെയ്യില്ലെങ്കിൽ വിദ്യാർത്ഥികൾ തന്നെ നിങ്ങളെ ആ സർവകലാശാലയിൽ നിന്ന് അടിച്ചിറക്കുന്ന ദിവസം വരും. അങ്ങനെയുള്ള ഒരു അവസ്ഥ ഒരു സർവകലാശാല വീസിക്കുണ്ടാവരുത്. അതുകൊണ്ട് തന്നെയാണ് ആവർത്തിച്ചു പറയുന്നത്, കൃത്യമായി സർവകലാശാലകളിലെത്തി ഈ വിഷയങ്ങൾ അഭിസംബോധന ചെയ്യണം. കേരള സമൂഹത്തോട് മാപ്പ് പറയണം. ഇയാളെ രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് എത്രയോ കാലമായി ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഇയാൾ ഈ പോസ്റ്റിന് അർഹനല്ലെന്ന്. ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. വരും ദിവസങ്ങളിൽ നാളെയും മോഹൻ കുന്നുമലിൻ്റെ തൃശ്ശൂരിലെ വസതിയിലും SFI മാർച്ച് ചെയ്യും. അതോടൊപ്പം തന്നെ എപ്പോഴാണോ കേരള സർവകലാശാലയിൽ വരുന്നത്, ആ സർവകലാശാലയിലെ ഈ വിഷയങ്ങളും ഈ പറഞ്ഞ പ്രസ്താവനയും പിൻവലിക്കുന്നത് വരെയും SFI ഇതുമായി ബന്ധപ്പെട്ട സമരരംഗത്ത് ഏറ്റവും ശക്തമായി മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, പ്രിയമുള്ളവരെ, ഈ സമരവുമായി ഈ ഘട്ടത്തിൽ കടന്നു വന്നത് ഈ കേരളത്തിൽ SFI അല്ലാതെ ഇത്തരം തോന്നിവാസങ്ങൾ പറയുന്ന ഇത്തരം BC-മാരെ ചോദ്യം ചെയ്യാൻ മറ്റാരുമില്ലെന്നിരിക്കെ ഞങ്ങൾ മാത്രമാകുന്നു എന്ന് നിൽക്കുമ്പോഴും ഞങ്ങൾ ഈ കേരളത്തിലെ വലതുപക്ഷവും വർഗീയവാദവും ഒരുപോലെ ഉയർത്തുന്ന കോൺഗ്രസും BJP-യും RSS-ഉം SDP-യും ഒരുപോലെ ഉയർത്തുന്ന വലതു വർഗീയവാദ നിലപാടുകളെ ഒരുമിച്ച് നേരിടുമ്പോഴും ഞങ്ങൾ സമരങ്ങളെ വികേന്ദ്രീകരിച്ച് അങ്ങിങ്ങായി സമരങ്ങൾ നടക്കുമ്പോൾ, എറണാകുളത്ത് സംസ്കൃത സർവകലാശാലയിൽ ഈ നിമിഷവും സമരവുമായി SFI ഇരിക്കുമ്പോൾ, വരും ദിവസങ്ങളിൽ തൃശ്ശൂരിൽ സമരമുണ്ടാകുമ്പോൾ, കേരളത്തിലെമ്പാടും സമരകേന്ദ്രങ്ങളായി വിദ്യാർത്ഥികൾ അണമുറിയാത്ത പ്രവാഹം പോലെ കടന്നു വരുന്നത് കേരളത്തിൻ്റെ വലതുപക്ഷ രാഷ്ട്രീയം RSS-ന് ഈ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല അടിയറവ് വെക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് റോജി എം ജോൺ മിണ്ടിയേ മതിയാകൂ, സർക്കാർ നിലപാട് പറഞ്ഞേ മതിയാകൂ.